നല്ല ടേസ്റ്റാണ്, തേങ്ങ ചേർക്കാത്ത കറിയാണ്. അപ്പോൾ കുക്കറിലോട്ട് ആദ്യം തന്നെ പയർ കഴുകി ചേർത്ത് കൊടുക്കുക. കുറച്ച് തോരൻ പരിപ്പ്, ഒരു അരക്കപ്പോളം തോരൻ പരിപ്പ്, ഇതിപ്പോൾ 1 കപ്പ് പയറിന് 1/2 കപ്പ് തോരൻ പരിപ്പ്, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി ചേർത്താണ് നമ്മുടെ ഈ കറി തയ്യാറാക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വൺപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, തോരൻ പരിപ്പ് സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു, കുറച്ച് വെള്ളം, കറിവേപ്പില, ഉപ്പ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് കുക്കറിൽ ഒരു 3 വിസിലിന് വേവിച്ചെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, എന്നാലേ നല്ല വെന്ത് കിട്ടുള്ളൂ. അതാണ്ട് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങും ഈ ക്യാരറ്റും ഈ പയറും നല്ല വെന്താണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അതായത് ഈ ക്യാരറ്റൊക്കെ ഇതിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികളൊക്കെ മാറ്റി വയ്ക്കും. അതുകൊണ്ട് ഉടച്ച് ഇതുമായിട്ട് യോജിച്ചെടുക്കുക. അപ്പോൾ ഈ പയർ കറി നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നല്ല വൈറ്റമിനും ആണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ